ഹലോ ഫ്രണ്ട്സ്, PNP സ്റ്റോറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തയ്യാറാക്കാനായി പോകുന്നത് ഒരു മുളക് ബജിയാണ്. അതിനായി ഞാനൊരു 7 മുളകാണ് ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നത്. മുളകിൻ്റെ എല്ലാം തുമ്പ് മുതൽ നടുവശം വരെ ഒന്ന് കീറി കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് നടുവശം വരെ ഒന്ന് കീറി കൊടുത്താൽ മതിയാകും. എന്നിട്ട് എല്ലാത്തിൻ്റെ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് അങ്ങ് താഴോട്ട് പോകണ്ട, പകുതി വരെ ഒന്ന് കീറി കൊടുക്കുക. ഇതിലേക്ക് ഞാനിനി നല്ല തിളച്ച ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് എരി ഉള്ളതാണെങ്കിൽ എരിയൊക്കെ ഒന്ന് മാറി നല്ല രുചിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതൊരു 10 മിനിറ്റ് അവിടെ കിടക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ബാറ്റർ റെഡിയാക്കാം. അതിനുവേണ്ടി 1 കപ്പ് കടലമാവ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഉപ്പ്, 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത്രയാണ് ചേർത്ത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ചേർത്ത് കഴിഞ്ഞാൽ വറുത്തെടുക്കുമ്പോൾ മാവൊക്കെ നന്നായിട്ട് പൊന്തി വരും. ഞാനിപ്പോൾ ഇതിലേക്ക് ബേക്കിംഗ് സോഡ ആഡ് ചെയ്തിട്ടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് മാവ് റെഡിയാക്കി വെക്കുക. അതിനുശേഷം വറുക്കാൻ ആവശ്യമായ പാൻ അടുപ്പത്തേക്ക് വെക്കുക. എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ചൂടാകട്ടെ. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് നേരത്തെ ചൂടുവെള്ളത്തിൽ വെച്ചിരുന്ന മുളകെല്ലാം നല്ല രീതിയിൽ വെള്ളമെല്ലാം മാറ്റിക്കളഞ്ഞ് ഒന്ന് തുടച്ച് മാറ്റി വെക്കാം. ഇതുപോലെ നല്ല രീതിയിൽ തുടച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ ബാറ്ററിലേക്ക് ഓരോന്നായി മുക്കി വെക്കാം. ഞാനെല്ലാം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ അതിനുള്ളിലേക്കൊക്കെ മാവൊന്ന് പിടിക്കുന്ന രീതിയിൽ നമ്മൾ കുറച്ച് കീറി കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനുള്ളിലേക്ക് മാവ് പിടിക്കുന്ന രീതിയിൽ ഒന്ന് ബാറ്ററിലേക്ക് മുക്കി വെക്കുക. എല്ലാം അങ്ങനെ ചെയ്തിട്ട് ഓരോന്നായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 4 എണ്ണമാണ് ഒരു സമയത്ത് ഇട്ട് കൊടുത്തത്. ഏകദേശം ഒന്ന് മൂത്തിട്ടുണ്ട്. നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം. നല്ലൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചിടാം. ഇത് റെഡി ആയിട്ടുണ്ട്. 2 സൈഡ് നല്ല രീതിയിൽ മൂത്തിട്ടുണ്ട്. നമുക്കിനിയും കോരി മാറ്റി വെക്കാം. ഞാനങ്ങനെ എല്ലാം വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ ചായക്കടയിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ നമുക്ക് മുളക് ബജി തയ്യാറാക്കി എടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.